അയ്യോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് മിനി ഊട്ടി വരെ പോവാണ്. മുഫീദുണ്ട്, ഷാമിലുണ്ട്, അഷ്മിലുണ്ട്, പിന്നെ സിനാനുണ്ട്, ബിലാലുണ്ട്, എല്ലാവരും ഉണ്ട്. ഗൈസ് ഞങ്ങളെല്ലാവരും മിനി ഊട്ടി പോയി ചാടിക്കാൻ പോവാം. യെസ്, ഒന്ന് ഇറങ്ങാം. ബിലാലിൻ്റെ വണ്ടി ഉണ്ട്, അഷ്മിലിൻ്റെ വണ്ടി ഉണ്ട്, ഷാമിലിൻ്റെ വണ്ടി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇറങ്ങാം, ഇവിടെ നിന്ന് ഇറങ്ങാം. കാരണം ഫാമിലി ഉറങ്ങുകയാണ്. അപ്പോൾ ഓവർ സൗണ്ട് ഉണ്ടാക്കുന്നത് ഓൽക്കൊരു ബുദ്ധിമുട്ടാവും. സോ നമുക്കിറങ്ങാം. ഗൈസ്, V4-ൻ്റെ ഓൾവേസ് ഡ്രൈവർ ഞാനായിരിക്കും. ഞാൻ വരെ പോകുമ്പോൾ എന്തായാലും ഞാനായിരിക്കും. വരുമ്പോൾ ഞാനാണോന്നും അറിയില്ല. അവിടെ എക്സ്പൾസ് അവിടെ ഉണ്ട്. സോ MT അപ്പുറത്തുണ്ട്. സോ എല്ലാ വണ്ടിയും ഓടിക്കണമല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഓ ഗൈസ്, എണ്ണക്ക് കുറച്ച് കുറവുണ്ട്, അതെന്തായാലും അടിക്കണം. സൗണ്ട് ഇല്ലാതെ ഗേറ്റ് അടയ്ക്കുന്ന അശ്മി. ഇരുടായിട്ടൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ വണ്ടി ഓണാക്കുമ്പോൾ സൗണ്ട് കേൾക്കില്ലേ? ഗൈസ് അങ്ങനെ നമ്മൾ പമ്പിലെത്തി. ഗൈസ് ഇതിലേക്ക് കുറച്ച് എണ്ണ അടിക്കണം, അതിലേക്ക് കുറച്ച് എണ്ണ അടിക്കണം, സെറ്റാക്കണം. ആ കളർ ഓട്ടോറിക്ഷ നൈസായല്ലേ. ഇങ്ങനത്തെ ഓട്ടോറിക്ഷ ഞാൻ ഇവിടെ തമിഴ്നാട്ടിലോ ബാംഗ്ലൂരിലോ അവിടെ പോയപ്പോഴാണ് കാണുന്നത്. ഇങ്ങനത്തെ മോഡൽ കിട്ടും. സോ ഇങ്ങനത്തെ കളർ, മഞ്ഞ കളറ് മനസ്സിലായല്ലോ ഗൈസ്. ഇതിലൊരു 150 അതൊക്കെ മതി. ചെക്കൻ പുലിയാണ്, പുലി. ഞങ്ങളങ്ങനെ വിശ്രമിച്ച യാത്ര ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കൊണ്ടോട്ടി എത്തിയിട്ടില്ല. നമ്മൾ എയർപോർട്ട് റോഡിൻ്റെ അതിലൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളൊന്ന് നിസ്കരിച്ചിട്ട് പോകാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. എന്തായാലും ഒന്ന് പള്ളീൻ്റെ മുന്നിലെത്തി. എന്തായാലും ഒന്ന് ഇറങ്ങട്ടെ ഗൈസ്. ഒരു യാത്രക്ക് പോകുമ്പോൾ നിസ്കരിച്ചിട്ട് പോകാന്നുള്ളൊരു നല്ല കാര്യമായതിനാൽ നമ്മൾ വീണ്ടും പള്ളീൻ്റെ മുന്നിലെത്തി. നിസ്കാരം തുടങ്ങിയണോ ഇല്ലയെന്ന് സംശയമാണ്. തുടങ്ങിയണോ എന്താ അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സുബിക്ക് പള്ളി പോയില്ല. തുടങ്ങിയില്ല എന്നാ പറയണേ. എനിക്കറിയില്ല. ഉള്ള കാലം പള്ളി കയറാത്തവന്മാരാണ്. സുബീസ്കാരെപ്പോഴാ സമയം സമയം പറയും. ഓടാ ഇവിടുന്ന്. എന്തായാലും നിസ്കാരം കഴിഞ്ഞ് സെറ്റായിട്ട് വരാം. ചോരത്തന്മാർ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നു. ഉറങ്ങിയിട്ട് കിളി വരക്കണം ഗൈസ്. അങ്ങനെ നമ്മൾ നിസ്കരിച്ച് വന്നു. നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ടുള്ള യാത്ര. ബിലാലിൻ്റെ വണ്ടി മേലെ എന്തൊക്കെയോ അടയാളങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തായാലും നമ്മൾ ഇറങ്ങട്ടെ ഗൈസ്. വെളിച്ചം വെക്കുമ്പോൾ അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. സോ നമ്മളെന്തായാലും ഇറങ്ങി എന്തായാലും ഇവിടെ എത്തട്ടെ ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇവിടെ മിനിറ്റ് ഏകദേശമൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി? ചായ അടിക്കലാണ് അടുത്ത പരിപാടി. ചായ അടിക്കലാണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി. ഓഫായി ഓണായി കളിക്കുന്നുണ്ട്. ഡ്രൈവർ പിന്നെ പ്രൊഫഷണൽ ആണ്. അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ പേടിക്കാനില്ല. കാര്യത്തിൽ അവിടെ എത്തുമെന്ന് വിചാരിക്കും. ഞാൻ ഡ്രൈവിംഗ് സ്റ്റാൻഡിൽ നിന്ന് മാറി. കാരണം എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിലോട്ട് ഇരിക്കണം. സോ നമ്മളങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുന്നേ തന്നെ അവിടെ എത്തണം എന്നുള്ള ആഗ്രഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഞാൻ തുറക്കുന്നു. രാവിലെ തന്നെ ട്രാക്ടറൊക്കെ ആയിട്ട് ആൾക്കാർ പണിക്കോട്ട്. സോ വൈബാണ് ഗായ്സ്. നമുക്ക് ഓൾറെഡി 4 കിലോമീറ്റർ കൂടി ഉള്ളൂ, ഏകദേശം അത്ര കൂടി ഉള്ളൂ. പക്ഷെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് ലോറികളാണ്. ലോറികൾ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ബാക്കിയെല്ലാം ഓക്കെയാണ്. ലോറി ഭയങ്കര സീനാണ്. മേലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നല്ല മേലൊക്കെ നോക്കിയാൽ സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു സമയവും വണ്ടി ഓടിക്കുന്ന ഒരു മോഡും വേറെ വൈബനാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ റോഡൊക്കെ കുറച്ച് മോശമായി വരുന്നുണ്ടോ. ഷോമാർ പോണ റോഡ് മോശമാണ്. റോഡ് കുറച്ചധികം മോശമാണ്. പിന്നെ ആകാശം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ ഇവിടുത്തെ വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നല്ല വ്യൂ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ഇരുടായതുകൊണ്ടൊന്നും കാണാനും പറ്റുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഇറ്റാച്ചി മെറ്റൽസ് കോറീസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ കോറീസ് ആണെന്ന് തോന്നുന്നുണ്ട്. റോഡൊക്കെ ഭയങ്കര മോശമാണ്, ഫുള്ള് സീനാണ്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. എന്തായാലും ഞാൻ കുറച്ചുകൊണ്ട് മുന്നിലോട്ട് എത്തരാം. നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൈസ് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ പിന്നെ നേരെ വെളുത്ത് തുടങ്ങിയിട്ടാണ് ഗൈസ്. ഏകദേശം റോഡ് എന്ന് പറഞ്ഞാൽ പക്ക മോശം റോഡാണ്. മര്യാദയ്ക്ക് ഇരിക്കാനും പറ്റില്ല, ഓടിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു കോലയാണ് ഗൈസ്. റോഡ് ഇത് കണ്ടത് ഫുള്ള് കുണ്ടും കുഴിയായിട്ട്. എന്തോ ഇവിടുത്തെ റോഡ് നന്നാക്കിയിട്ട് കാര്യമില്ല തോന്നുന്നുണ്ട്. ലോഡ് വണ്ടി പോണതായതുകൊണ്ട് ഫുള്ള് സീന് റോഡാണ്. അവന്മാരൊക്കെ പോണ അല്ലാ ഇരിക്കാൻ പറ്റണില്ല ഗൈസ്. ഇവിടെ മൊത്തം ലോറിയാണ് ഗൈസ്. ഇത് ഫുള്ള് ലോറി.
ഇവിടെ ലോറി തോന്നണ അതിന്റെ താഴെ മറ്റേ കോറി ഉണ്ട്, എന്താ കറക്റ്റ് അറിയില്ല, ബട്ട് അതാണ് തോന്നണേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഏകദേശമൊക്കെ മേലേക്ക് വന്നപ്പോൾ നമ്മൾ ഏകദേശം ഒരു കോറി കണ്ടു. ഇതുണ്ട് ഗൈസ്, ഇവിടെ അവിടെ താഴെ ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട്. ഇതൊക്കെ ഫുള്ള് വൈബ്. അതാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നൈസ് വ്യൂ, അതിൻ്റെ ഇടയിൽ കോടയും ഫുള്ള് സെറ്റാണ് ഗൈസ്. വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. ഇവിടെ പിന്നെ എല്ലാ വഴിയും ഒരേമാതിരി ആയതുകൊണ്ടൊന്നും മനസ്സിലാവണില്ല. പെരുവഴിയിൽ പരമസുഖം, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞങ്ങൾ ഈ വൈക്കം തന്നെ ആയിരുന്നു പോയിരുന്നത്, ബട്ട് ലോഡ് വണ്ടി നോക്കട്ടെ, വണ്ടി വരുന്നത് ഇവിടെ ലോറി കുറച്ച് സീനാണ്. പിന്നെ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതന്നെ രസമാണ്. പിന്നെന്ന് പറഞ്ഞാല് റോഡ് അതിലേറെ മോശമാണ്. വഴി ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ബിലാലിന് വഴിയൊക്കെ തന്നെ മനസ്സിലായത്. സോ ഓ മാൻ, വ്യൂ നോക്കിക്ക, ഏതാ വ്യൂ, നൈസ് വ്യൂ, ഒന്നും പറയാനില്ല. നമ്മളങ്ങനെ വരുന്ന വഴിക്കൊരു പള്ളിയുണ്ട്, ജുമാ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ. പള്ളി കാണാൻ നൈസായിട്ടോ, നല്ല നൈസ് പള്ളി. പുറത്തുനിന്ന് കാണാൻ തന്നെ ഒരു നൈസ് ലുക്കാണ്, സംഭവം നൈസാണ്. ഇവിടുന്നൊക്കെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നൈസ് വ്യൂ. ഏതാ പിന്നെ പറഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ തന്നെ, പള്ളീൻ്റെ മുന്നിൽ തന്നെ ഒരു ചായക്കട ഉണ്ട്. നമ്മൾ ചായ കുടിച്ചിട്ടില്ല, പക്ഷേ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചിട്ടാണ് വന്ന് അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുന്നിലേക്ക് എത്തി ഗൈസ്. ദാ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്, നോക്കൂ ഗൈസ്. പിന്നെന്ന് പറഞ്ഞാൽ ഇതാ മജിസ് വാട്ടർ പാർക്ക്. ഇവിടെ പാർക്കും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് അതിൻ്റെ സൈഡിലൂടെ ഉള്ള റോട്ടിലൂടെയാണ് പോകേണ്ടത്, ഈ സൈഡിലൂടെ ഇങ്ങനെ. പിന്നെ മേലൊക്കെ ഇതാ വ്യൂ പോയിന്റ് നോക്കണ സാധനമാണോ? അല്ല, ഇത് മറ്റെങ്ങനെ എന്താ പറയുക, അതിൻ്റെ മേലെ നിന്ന് കയറിയിട്ട് ഇതിൻ്റെ മേലെ ഒന്നിറങ്ങുന്ന ഒരു സംഭവം. ഇതിന് എന്തിനാടാ പറയാ? ഈ സാധനത്തിന് എന്താ പറയാ? സിപ്പ് ലൈൻ ആണ്. പക്ഷെ ഇവിടുത്തെ മേലെ നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യൂ നൈസ് വ്യൂ. ഏതാ കോട നിറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ മേലൊക്കെ കയറണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഓപ്പണിംഗ് അല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കയറായിരുന്നു. ഇതെന്തോ ഗാർഡനാണ്. പിന്നെ ഇവിടെ ഷോപ്പുണ്ട്. ഐ തിങ്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടുള്ള അതാണ് ഗ്ലാസ് ബ്രിഡ്ജ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പുറത്തുള്ളത് അപ്പം എന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്തായാലും ഞാൻ നോക്കിയിട്ട് എന്താ പാടുക ഗൈസ്. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസ് എന്നാണ് എനിക്ക് തോന്നണല്ല, ഇത് തന്നെയാണ് എൻട്രൻസ്. ബട്ട് ഇതൊന്നും ഇപ്പോഴൊന്നും ഓപ്പൺ അല്ല. ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മണി അല്ലെങ്കിൽ 9 മണി ആ ടൈമിലായിരിക്കും ഓപ്പണിങ് തോന്നുന്നു. ഇത് കണ്ടോ സംഭവം. ഇവിടുത്തെ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ പറ്റ മോശമാണ്. ഇവിടുത്തെ എനിക്ക് ആകെ ഒരു മൈനസ് ആയിട്ട് തോന്നിയിട്ടുള്ള ഇവിടുത്തെ റോഡാണ്. ഇവിടുത്തെ റോഡും കൂടി സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രൈവ് ചെയ്യാൻ തന്നെ വേറെ മൂഡായിരിക്കും മോനെ. ഇവിടുന്ന് മേലെ നടിക്ക് വെക്കുക, ഏതാ നൈസ് മൂഡ്, ഹാപ്പി മൂഡ് ഗൈസ്. ഇവിടുന്ന് നോക്കിയാൽ കറക്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് കാണാം കേട്ടോ, നൈസാണ്. പിന്നെ എന്താ പാടെ ഉഷാർ അശ്വിലേ? എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അവിടുന്ന്, എന്താണെന്നാവും. കിളിൻ്റെ സൗണ്ടാണ്. ഫുൾ കോടാണ് ഗൈസ്, ഫുള്ള് കോട പറഞ്ഞാൽ ഫുള്ള് കോട. ചെറിയൊരു തണുപ്പ്, ചെറിയൊരു വണ്ടിമ വരുമ്പോൾ ചെറിയ രീതിയിലുള്ള തണുപ്പുണ്ടായിനി. ഇപ്പം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നുന്നില്ല ഗൈസ്. ഒരു ലൈവായിട്ടൊരു സൺസെറ്റ് കാണും. സൺസെറ്റാണോ അല്ലാന്നുണ്ടെങ്കിൽ അതിനെന്താ പറയുക, സൺറൈസ് അല്ലേ? സൺലൈറ്റിന്റെ സൺലൈറ്റ് മുഫീദിന്റെ സൺലൈറ്റ് അല്ലോ. സൺറൈസ് ആണോ അതോ സൺസെറ്റ് ആണോ എന്ന് കൺഫ്യൂഷൻ ആണ്. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുക. ആയി വരുന്നുള്ളൂ. നമുക്ക് ഞങ്ങൾ ഏതായാലും കുറച്ചുകൂടി മേലേക്കുള്ള റോഡിന് കയറാൻ പോവാണ്. അവിടെ പോകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്നൊന്ന് പോയി നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം, അത് നൈസാണ്. ഞാൻ കുറച്ചും കൂടി ലൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ കാണാം ഗൈസ്. ഈ സൂര്യൻ വേഗം പൊന്തി വരുന്നുണ്ട് ഗൈസ്. പെട്ടെന്ന് അപ്പായ മാതിരി തോന്നുന്നു. എന്തായാലും നമുക്ക് മേലേക്ക് പോവാം ഗൈസ്. ഇതെന്താ സാധനം? കാളേ? ഇതെന്താ സാധനം പറച്ചോനെ ഗൈസ്? സൂര്യൻ ഇത് എത്ര ഹൈറ്റിലെത്തി ഗൈസ്. സ്പീഡ് പൊന്തിട്ടുണ്ട് ഗൈസ്. എന്താ അറിയില്ല, ബിലാലെ കുത്തിയാണ്ട് മലത്തിടും. കാളയാണ്, ഇതിനെ കണ്ടിട്ട് കാളയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും പൊന്തി ഗൈസ്. അപ്പോൾ ഇതിനെ ആദ്യമായിട്ടാണ് ഇത്ര പെട്ടെന്ന് പോകുന്നതിന് സൺസെറ്റൊക്കെ കാണുന്നത്. സൺസെറ്റോ സൺറൈസോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു ചായക്കടൻ്റെ മുന്നിലെത്തി ഗൈസ്. ഇവിടെ കുറേ ചെക്കന്മാരുണ്ട്, പോയി ചായ കുടിക്കട്ടെ. ഉറക്കം വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഉറക്കം വന്നിട്ടാണെന്നുണ്ടെങ്കിൽ കോമഡി.
എന്തായാലും ചായ കിട്ടും അവിടെ. ഗൈസ് ഞാനൊരു സമൂസ ഇട്ടു. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് ചായ ഇങ്ങനെ കുടിക്കാൻ വേണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ എൻ്റെ ആളിയാ. ഇവന്ന് തന്നെ മനസ്സിലാക്കണം അല്ലേ. ജയാന്ന് ഇങ്ങോട്ട് വയ്ക്കാം. ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാം. കുറച്ച് ലൈറ്റായി പോയി. പക്ഷെ പ്രശ്നമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ റോഡ് എക്സ്പീരിയൻസ് അത്രക്ക് മോശം. കാക്കന്റെ അഭിപ്രായം എന്താ നോക്കാം. റോഡിനൊരു അഭിപ്രായം പറയാൻ പാടില്ല. എന്റെ പേരേക്ക് റോഡ് കിട്ടിയ ഞങ്ങളൊക്കെ വണ്ടി ഓടിക്കാണ്ട് ആ റോഡൊക്കെ കേട്ടിട്ട് പിന്നെ ഇജ്ജ് എന്താക്കണമെന്ന് അറിയണ മാതിരിയാ. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇല്ല, ക്ലസ്റ്ററായിട്ട് കിട്ടിയ റോഡാണ്. ഓലങ്ങനെ നന്നാക്കി വന്നപ്പോൾ വേറെ ക്ലസ്റ്ററും പാർക്കൊക്കെ വന്നപ്പോൾ ഓല നന്നാക്കി വെക്കുക. ആണോ അവസ്ഥ വലിയൊരു ക്ലസ്റ്ററുണ്ട് അവിടെ പോരുന്ന വയ്ക്കല്. ഗൈസ് അങ്ങനെ ചായ കുടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിനി നേരെ നാട്ടിലേക്ക് തിരിക്കുകയാണ് ഗൈസ്. ഇനി നാട്ടിൽ പോയിട്ട് ബുമാർക്ക് കടയിൽ പോകാണ്ട്, എനിക്ക് പിന്നെ ഉച്ചയ്ക്ക് ശേഷം കടയിൽ പോകാണ്ട്, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കണം. ഇപ്പം എനിക്ക് സിനാന് കടയിൽ പോകാണ്ട്, അല്ല സിനാന് വർക്കിൽ പോകാണ്ട്. എല്ലാവരും ടയേർഡാണ്, ഇന്നലെ ഉറങ്ങാത്തതുകൊണ്ടുള്ള ചെറിയൊരു പ്രശ്നം. എന്തായാലും ഹാപ്പി മൂഡ്. ഇങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങാണ് ഗൈസ്. ഇപ്പോൾ ഈ കുറച്ച് സ്ഥലം എത്തിയപ്പോഴാണ് നല്ലൊരു റോഡ് കിട്ടിയത്. വീണ്ടും റോഡ് മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കുറേ നേരത്തെ ഡ്രൈവിന് ശേഷം ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റോഡ് കിട്ടി. എന്ന് പറഞ്ഞാൽ ലോറികളൊക്കെ എപ്പോഴാണ് കയറി വരുന്നതെന്ന് അറിയാൻ പറ്റില്ല ഗൈസ്. ഞങ്ങളങ്ങനെ അവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ നാട്ടിലേക്ക് ഏകദേശം ഒരു 13 കിലോമീറ്റേഴ്സും കൂടിയിടും ഗൈസ്. ബിലാലിൻ്റെ വണ്ടിൻ്റെ ടയർ സീനായി ഗൈസ്. ഞങ്ങൾ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ അശ്മിൻ്റെ വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സ്ഥലത്തെ വീഡിയോ. ബൈ. എല്ലാവരും ഉറക്ക മൂഡിലാണ്. ഇനി ഞാൻ നേരെ പോവാ ഒരൊറ്റക്ക് അടുത്ത. ഓക്കെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.